ലാലി 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 ലേലോ ലാലി തുമ്പാ ലാലി നമുക്ക് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2025 തുടങ്ങി ഡോറയുടെ പ്രയാണത്തിൻ്റെ ആദ്യത്തെ യാത്രയാണ്. നമ്മളൊരു 1 ഡേ ട്രിപ്പാണ് പോകുന്നത് നെല്ലിയാമ്പതി. നമ്മുടെ കൂടെ 15 പേരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 വർഷമായി നെല്ലിയാമ്പതി ട്രിപ്പ് നമ്മൾ ചെയ്തിട്ട്. സാധാരണ 1 ഡേ ട്രിപ്പ് എല്ലാവരും പോകുന്നൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഈ കൂടുള്ള ഒരുപാട് പേര് പുതിയ ആളുകളും നമ്മുടെ ഫാമിലിയിലുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കണം. ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഈ യാത്രയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ നിർത്തി അവിടെ എണ്ണം കൊടുക്കണം. എത്ര പേരാണ് വണ്ടിയിലുള്ളത്, ഡ്രൈവർ അടക്കം. ആ എണ്ണം അവർ നോട്ട് ചെയ്യും. എന്നിട്ട് പറയും 5 മണിയാകുമ്പോഴേക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക്, അതായത് ഈ ചെക്ക് പോസ്റ്റ് കടക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ കുറച്ചിങ്ങോട്ട് പോന്ന് ഈ നെല്ലിയാമ്പതി പോകുമ്പം ഏറ്റവും ആദ്യം കാണുന്നൊരു വ്യൂ പോയിന്റിലാണ് ഇപ്പം നമ്മൾ നിർത്തിയേക്കുന്നത്. കുരങ്ങന്മാർ നിറയെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. അതായത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ എല്ലാവർക്കും പറ്റുന്നില്ല. അപ്പോഴേക്കും എൻ്റെ മൂപ്പര് അവിടെ കാവലാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമോ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. എന്നാലും ഒത്തിരി കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ. കുരങ്ങനെ കണ്ടോ കുട്ടി? വീട്ടിൽ കൊണ്ടുപോവാം. വീട്ടിൽ കൊണ്ടുപോയാലോ? കൊണ്ടുപോവാം. വേണ്ട. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മളിവിടെ നിന്ന് കുറച്ച് നേരം ആസ്വദിച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിനി ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കൂട്ടത്തിലെ എനർജി ബോംബാണ് കേട്ടോ. ഏത് യാത്രയിലും ഏതെങ്കിലും ഒരു എനർജി ബോംബ് എന്തായാലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അത് നമ്മളുടെ ട്രിപ്പിനെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഓളം ഉണ്ടാക്കാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളായിരുന്നു നമ്മുടെ ശാന്തി ചേച്ചി. ഇപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നോക്കിയോ, ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നത് നോക്കൂ. നമ്മൾ സാധാരണ കാശ്മീരൊക്കെ പോയ സമയത്ത് ആപ്പിൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഓറഞ്ചുകൾ ഒരുമിച്ച് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമാട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കൂളായിട്ടുള്ള ഒരു സ്ഥലം. അവിടെ നല്ല ചെയറും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുടെ ഈ ഒരു യാത്രയിലെ നമ്മളുടെ ഫോട്ടോഗ്രാഫറാണ് കേട്ടോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണേ. തുമ്പി എന്നാണ് വിളിക്കുന്നത്. നല്ല ക്യൂട്ടാണ്, നല്ല സ്മാർട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര നേരം പോക്കായിരുന്നു. എല്ലാവരും എല്ലാം എൻജോയ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കുഞ്ഞുവാവയുടെ ഓരോ ആക്ടിവിറ്റികളും. ഇത് നമ്മുടെ കൂടെ ഫാമിലി പുതിയതായിട്ട് വന്നിട്ടുള്ള 2 മെമ്പേഴ്സാണ്. അവർ എറണാകുളത്ത് നിന്ന് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലെ തൃശ്ശൂരിൽ താമസിച്ചിട്ടാണ് ഈ ഒരു യാത്രയിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഗാർഡൻ നമ്മൾ നെല്ലിയാമ്പതി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഗാർഡനാണ്. ഇപ്പം നമ്മൾ ഒരു ഏറുമാടം കയറിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും താഴേക്കുള്ള ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നല്ല രസമാട്ടോ. പ്രത്യേകിച്ച് നെല്ലിയാമ്പതി, പാലക്കാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പും ഹരിതാപവും ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ ഗാർഡനിലാണെങ്കിൽ ഒരുപാട് കൃഷിയും കാര്യങ്ങളും തൈ ഉൽപ്പാദനവും അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവരും വലിഞ്ഞു കയറുന്നുണ്ട്. ചില ആളുകളൊക്കെ താഴെ ഇരുന്നു. പക്ഷെ രസമല്ലേ ഇങ്ങനത്തെ? എന്തൊരു ഭംഗിയാണ് കാണാനറിയോ. നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോഴത്തേക്കൊരു ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അപൂർവമായിട്ട് കാണാൻ കിട്ടുന്ന കാഴ്ചയാണല്ലേ. അപ്പോൾ അത് മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പം കുറേ പേരൊക്കെ കയറി, ഞാനും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കണ്ട്. ഇത് പ്രത്യേകം എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ഇത് നല്ല വെയിലുള്ള സമയമാണ്. അതായത് നമ്മുടെ ഇവിടെ വെച്ച് തൃശ്ശൂരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ചൂട് തോന്നുന്നൊരു സമയമാണ്. പക്ഷേ നെല്ലിയാമ്പതി നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും നല്ല കൂളായിട്ടുള്ള ഒരു കാലാവസ്ഥ, അതാണ് എടുത്ത് പറയേണ്ടത്. ഇപ്പം കണ്ടില്ലേ, ഇത് എന്തൊരു ഭംഗിയാണെന്നറിയോ. എന്തോരാണ്
ഉണ്ടായിരിക്കുന്നത് കണ്ണു വെക്കല്ല കേട്ടോ. നമ്മൾ കണ്ണു വെച്ചാൽ പോകുന്നില്ല, പക്ഷെ എന്നാലും അങ്ങനെ കാണുമ്പം പറയില്ല, നിറയെ ഉണ്ടായിരുന്നു ഫാഷൻ ഫ്രൂട്ട്. പിന്നെ ഇത് പല വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ, ഇവിടെ എല്ലാം പച്ചപ്പ് മാത്രമല്ല കേട്ടോ, ചുവപ്പും റോസും മഞ്ഞയും അങ്ങനെയൊക്കെ ആയിട്ട് പല പല ചെടികളും, അങ്ങനെ മൊത്തത്തിലൊരു കളർഫുള്ളാണ്. അതിനകത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കൂടെ വരുമ്പോഴത്തേക്ക് ആ വിഷ്വലിനൊരു പ്രത്യേക എടുപ്പല്ലേ. നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ലാസ്റ്റ് ഇവിടെ ഉണ്ടായ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ, കാര്യം ഫ്രഷ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങുന്നവരും ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും വാങ്ങിയില്ല, ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. നെല്ലിയാമ്പതി യാത്ര ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ ഒരു 2-3 വർഷമായി വന്നിട്ട്, പക്ഷേ ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. റോഡ് കുറച്ചും കൂടെ മോശമായിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ ആദ്യം പോകുന്നത്, അതായത് നെല്ലിയാമ്പതി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെ മനസ്സിലും വരുന്നത് ഒരു പോയിൻ്റാണ് അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. പച്ചപ്പും ഹരിതാപവും, അയ്യോ എന്ത് രസമാണ് കാണാൻ. ഇവിടെ നമ്മളിങ്ങനെ ദൂരെ തന്നെ കണ്ടു, അതായത് ഇപ്പം എല്ലാവരും റീലിൻ്റെ പുറകെ ആണല്ലോ, നമ്മളടക്കം. അവിടെ റീൽ കണ്ടോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ നിന്നൊക്കെ ഒരു റീലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. ആ സ്ഥലത്തിൻ്റെ ആ ഒരു പ്രത്യേകത നമ്മൾ അറിയാണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു പോകും. അപ്പം നമ്മളിത് ആ പോയിന്റിലെത്തി. പോയിൻ്റല്ല, മീൻസ് ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്, അവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടന്നിട്ട് പോവുകയാണേ. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലാണ്. സീതാർകുണ്ടിൻ്റെ മാസ്റ്റർ പീസ് ആ ഒരു മരം, ആ മരം എന്താ പറയുക, നിത്യയൗവനം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സാധനം അറിയാലോ. അപ്പം അങ്ങോട്ടേക്കാണ് പോണേ, കുറച്ച് നടക്കാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ വല്ല രാജ്യത്തൊക്കെയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ, ഇപ്പോൾ കേരളം ഒഴിച്ച് ബാക്കി ഏത് സ്ഥലങ്ങളാണെങ്കിലും ഇങ്ങനൊരു വ്യൂ പോയിന്റിനെ അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ കുറച്ചും കൂടെ ടൂറിസ്റ്റുകൾക്ക് വരാൻ ഒരു ഭംഗിയാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഇപ്പം ഈ പ്രദേശത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെ കയറാൻ തന്നെ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് പ്രായമായവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വഴിയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണമെങ്കിൽ വിചാരിച്ചാലൊക്കെ പറ്റുമായിരിക്കും അല്ലേ. എന്തായാലും ഞങ്ങൾ അവിടുത്തെ ആ ഒരു എന്താ പറയുക നിത്യഹരിത മരം, ആ മരത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് നമ്മുടെ തുമ്പിക്കുട്ടി ഇതേ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണത്, ഓക്കെ എന്ത് ക്യൂട്ടല്ലേ. ഞങ്ങളും ഇവിടുന്ന് ഒരു റീലൊക്കെ എടുക്കാനുള്ള ശ്രമം നടത്തി, പക്ഷെ അത് പാളിപ്പോയി. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നിറയെ ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. അടുത്ത ഏതെങ്കിലും നല്ലൊരു സ്പോട്ടിൽ നമ്മൾ റീല് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. ഇപ്പം നമ്മൾ തിരിച്ചു പോവുക. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നുണ്ടല്ലോ ആ ഭാഗത്തു നിന്ന് കുറേ കാഴ്ചകളൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. കാര്യം ഒരു 11 മണി 12 മണി സമയമാണെങ്കിൽ കൂടി ആ ഭാഗത്ത് മുഴുവനും കോട നിറഞ്ഞിട്ട് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ആകെ വെള്ളയായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതൽ വിഷ്വലുകളൊന്നും എടുത്ത് ബുദ്ധിമുട്ടിയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത്, ഇപ്പോൾ ഉച്ച സമയമായി, ഭക്ഷണം കഴിക്കണമല്ലോ. നെല്ലിയാമ്പതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളെ പോലെ നിറയെ റെസ്റ്റോറൻറ്റുകളോ ചെറിയ ഹോട്ടലുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മളൊരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൽ റെസ്റ്റോറൻറ്റും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയാണ് നമ്മൾ ഫുഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് കേട്ടോ. ഇനി അവിടെ എത്തിയിട്ട് അവിടെ ഒരു ഫാമും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം. ഓക്കെ.
കൊട വേണോ? കൊട വേണോ? എന്താ നോക്കണേ? തുമ്പി പിടിക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കണം മക്കള്. അമ്മമ്മ പിടിച്ചേ കയ്യിലാ പിടിച്ചോ പിടിച്ചോ അങ്ങനെ പിടിച്ചോ വേണ്ട, ഈ കുട്ടിക്ക് പാടിനെടുക്കേണ്ട ആവശ്യമില്ല. ലാലി 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 ലേലോ ലാലി തുമ്പ ലാലി നമുക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതേ സത്യമായിട്ടും എന്തൊരു നല്ല കാലാവസ്ഥയെന്നറിയോ, നല്ല തണുത്ത കാറ്റ്. അയ്യോ, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ എന്തൊരു സുഖം. നിങ്ങൾക്ക് വിഷ്വൽ കാണുമ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കൂടി വയറ് നിറച്ച് കഴിച്ചതുകൊണ്ട് ഇവിടെ അങ്ങ് കിടന്ന് ഉറങ്ങാനാണ് തോന്നുന്നുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ, നമുക്ക് തിരിച്ചു പോകണ്ടേ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും നെല്ലിയാമ്പതി ഇപ്പം എനിക്ക് തോന്നുന്നു പുതിയ ഒരുവിധം യാത്ര ഇഷ്ടപ്പെടുന്നവരൊക്കെ പോയിട്ടുള്ളൊരു സ്ഥലമായിരിക്കാം. ഇതാണ് ഞങ്ങളുടെ റീൽ പ്രാക്ടീസാണ്. ഇതിൻ്റെ റീൽ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID RJ ഷാരിയാണ്. എൻ്റെ കൂടെയുള്ള കൃഷ്ണയ്ക്കും ഇൻസ്റ്റയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കുറേ നേരം ഇവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പോൾ ഇനി പോരുമ്പോൾ, അതായത് നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനും അങ്ങനെ ആകെ ധൃതി പിടിച്ച് പോകുന്ന ഒരു പരിപാടിയെ നമുക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും സമയമുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ, അതായത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഡാം എത്തുന്നതിന് മുമ്പുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡാം നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റും. നല്ല വെള്ളമുണ്ട്, നല്ല രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വലിയ മലകളും എന്താ പറയുക, ആ ഒരു വെള്ളവും ഒക്കെ കൂടെ കാണുമ്പോഴത്തേക്കും എന്തൊരു ഭംഗിയാണല്ലേ. നമ്മുടെ കൂടെയുള്ള ഒരു ചേച്ചിക്ക് നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് നിർത്തി അവിടുന്ന് ആ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് നമ്മളിപ്പം ഡാമിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് പോത്തുണ്ടി ഡാമിൽ നമുക്കറിയാം ഇപ്പോൾ കുറേ ആക്ടിവിറ്റി കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഒരു 6 മണി വരെയൊക്കെയാണ് നമുക്കിതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുക. 6 മണിക്ക് ക്ലോസ് ചെയ്യും. ഇത് അഡ്വഞ്ചർ സോണാണ്. ഇവിടെ നമുക്ക് സിപ്പ് ലൈൻ, അതുപോലെ സൈക്ലിംഗ്, അങ്ങനെ കുറേ ആക്ടിവിറ്റികളുണ്ട്. ഈ സൈക്ലിങ്ങിൻ്റെ ആക്ടിവിറ്റി അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ വന്നിട്ട് ഇവിടെ വീഡിയോ എടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ സൈക്ലിങ്ങും അതുപോലെ സിപ്പ് ലൈനും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ആക്ടിവിറ്റിയും ഓരോ തവണ 2 തവണ ചെയ്യണ പരിപാടിയില്ല. ഓരോ തവണ അല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെയുള്ള കുറച്ച് പേരൊക്കെ അതിന് വേണ്ടിയിട്ടാണ് റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. സോ നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ്. നിറയെ കുഞ്ഞു മക്കളായിട്ട് എന്താ പറയുക, ഒരുപാട് ആക്ടിവിറ്റി കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് വലിയൊരു എക്സ്പെൻസീവ് അല്ല. അപ്പോൾ സൈക്ലിങ്ങിനൊക്കെ 200 രൂപ, അതായത് ഈ ഒരു ഇതിലൂടെ സൈക്ലിങ് അങ്ങോട്ട് പോയി ഇങ്ങോട്ടും വരണം കേട്ടോ, റിട്ടേണും വരണം. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ കൂളായിട്ട് അത് ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് സൈക്കിൾ ഓടിക്കണമെന്ന് അറിയണമെന്ന് പോലും ഇല്ല, കാരണം ആ ബാലൻസ് ഒക്കെ അവർ കീപ്പ് ചെയ്തു. നമ്മുടെ കൂടെയുള്ള അംബിക ചേച്ചിയാണ്. അംബിക ചേച്ചി പിന്നെ എല്ലാത്തിനും പിന്നെ ഓക്കെയാണ്. അതാണ് നമുക്ക് എന്താ പറയുക, എല്ലാം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ പിന്നെ ടെൻഷനൊക്കെ ആ വഴി അങ്ങ് പോകും അല്ലേ. നമ്മുടെ കൂടെയുള്ള കുറേ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ചിനി പോവുകയാണ്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. 2 ചെറിയ കുട്ടികൾ കണ്ടോ ഊഞ്ഞാലാടുന്നത്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആട്ടത്തിൻ്റെ സ്പീഡ് കൂടിയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തുമ്പിക്കുട്ടി ഇതേ ഇവിടെ സ്റ്റേജിലൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്.
ഇതെന്തിനാ?